നമസ്കാരം. കമ്മ്യൂണിസം എന്ന പരാജയപ്പെട്ട തത്വശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം അരച്ചുകുലുക്കി പഠിച്ച് അത്തരത്തിൽ ലോകത്തെ സാമ്പത്തികമായി രക്ഷിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും സംരംഭത്തിനും ലാഭത്തിനുമൊക്കെ എതിർ നിൽക്കുന്ന ഒരു വരട്ട് തത്വശാസ്ത്രവാദിയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ വ്യവസായ മന്ത്രി. വ്യവസായ മന്ത്രി ആവേണ്ടത് നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാവണം, സ്വകാര്യ മൂലധനത്തെ അംഗീകരിക്കുന്നവരായിരിക്കണം, പണം മുടക്കുന്നവനെ ബഹുമാനിക്കുന്നവരായിരിക്കണം. അല്ലാതെ അതൊക്കെ മുതലാളിത്തമാണ്, ബൂർഷ്വായിസമാണ് എന്ന് പറയുന്നവൻ വ്യവസായ മന്ത്രി ആയാൽ ഒരു നാടിന്റെ അവസ്ഥ അധോഗതി. അതാണ് കേരളത്തിന്റെ അവസ്ഥ. സ്വകാര്യ വ്യക്തികളുടെ ലാഭം, സ്വകാര്യ സംരംഭം എന്ന് പറയുന്നത് അത് ശരിയല്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ് പി രാജീവ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു സംരംഭവും വരാൻ പാടില്ല, ആരും പണം മുടക്കാൻ പാടില്ല, ഇവിടെ തൊഴിലുണ്ടാവാൻ പാടില്ല എന്ന് ശാഠ്യത്തോടു കൂടി നിലപാടെടുക്കുന്നത്. കാരണം സംരംഭങ്ങൾ വന്നാൽ ഇവിടെ തൊഴിൽ കിട്ടും, തൊഴിലാളികൾക്ക് ആവശ്യത്തിന് കയ്യിൽ കാശ് കിട്ടും, അവർ പിന്നെ കൊടി പിടിക്കാൻ വേണ്ടി പോവില്ല. ദാരിദ്ര്യവും പട്ടിണിയും ഇവിടെ നിലനിർത്തിയാൽ മാത്രമേ CPM പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പോൾ അവർ പുലർത്തുന്ന ആധിപത്യം തുടരാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വ്യവസായികളെല്ലാം ഇവർ ആട്ടി ഓടിക്കും, ആരും വേണ്ട, സകല മനുഷ്യരും നാടുവിട്ടു. വ്യവസായം എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. പിന്നെയുള്ളത് ബിസിനസ്സാണ്. വ്യവസായവും ബിസിനസ്സും രണ്ടാണ്. കച്ചവടം, അതായത് നിങ്ങൾക്ക് മാളുകൾ തുടങ്ങാം, നിങ്ങൾക്ക് ഷോപ്പുകൾ തുടങ്ങാം, ജുവലറികൾ തുടങ്ങാം, ടെക്സ്റ്റൈൽസ് തുടങ്ങാം, ബാങ്ക് തുടങ്ങാം, എന്തും ചെയ്യാം, വലിയ ഹൈപ്പർ മാർക്കറ്റുകൾ തുടങ്ങാം. ഇതൊക്കെ വ്യവസായമല്ല. നക്കാപ്പിച്ച കാശ് കൊടുക്കുന്ന 3000 മുതൽ 10000 രൂപ വരെ നക്കാപ്പിച്ച കാശ് കൊടുക്കുന്ന പാവപ്പെട്ട മനുഷ്യർ കുറച്ച് പേര് പണിയെടുത്തോളും, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. ഈ മുതലാളിമാർ നിയമലംഘനം നടത്തി ലാഭം കൂട്ടുന്നതിന് പ്രതിഫലമായി ഇവർക്ക് കാശ് കൊടുക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. വ്യവസായം എന്ന് പറയുന്നതാണ് ഒരു നാടിനെ ഉണർത്തുന്നത്, അനുവദിക്കില്ല. ഇവിടെ വ്യവസായമില്ല. അതുകൊണ്ടാണ് കിറ്റക് സാബുവിനെ CPMകാർക്ക് കണ്ടുകൂടാത്തത്. കിറ്റക് സാബു 10-15 പേർക്ക് പണി കൊടുക്കുന്നു, കിഴക്കമ്പലം പോലെ ഒരു നഗരത്തിന്റെ പുറത്തുള്ളൊരിടത്ത്. എന്നാൽ ഈ 15,000 പേരുടെ സ്വാധീനം CPMന്റെ സ്വാധീനത്തിന് വിനയാകുന്നു. കിറ്റക്സുകാർ പറയുന്നത് അവിടെയുള്ളവർ ചെയ്യൂ. അങ്ങനെ പാർട്ടി അവിടെ നിന്ന് പടിയടിച്ച് പിണ്ടം വയ്ക്കപ്പെട്ടു. അതോടുകൂടി കിറ്റക് സാബുവിനെ എങ്ങനെയെങ്കിലും നാട് കടത്തണമെന്നത് CPMന്റെ വാശിയായി, പ്രത്യേകിച്ച് വ്യവസായ മന്ത്രിയുടേത്. എന്താണ് 3000 കോടി കേരളത്തിൽ നിക്ഷേപിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ പണം വേണ്ട, പോകാൻ പറഞ്ഞത്. അതിനുവേണ്ടി കിറ്റക് സാബുവിന്റെ സ്ഥാപനങ്ങളിലേക്ക് നിരന്തരം ഉദ്യോഗസ്ഥർ കയറി വരാൻ തുടങ്ങി. ഓരോ ദിവസം 5ഉം 10ഉം വകുപ്പിൽ നിന്നും വലിയ ഭീകര റെയ്ഡ് നടക്കുന്നത് പോലെ വരികയാണ്. സഹികെട്ട് സാബു പുറത്തിറങ്ങി സർക്കാരിനെതിരെ വിമർശിച്ചു. ഉടനെ സഖാക്കൾ ജെട്ടി സാബു എന്ന് വിളിച്ച് അധിക്ഷേപം തുടങ്ങി. സാബു അനുഭവിക്കുന്ന മനപ്രയാസം തിരിച്ചറിഞ്ഞ് തെലങ്കാന സർക്കാർ പ്രത്യേക വിമാനം വിട്ട് സാബുവിനെ അങ്ങോട്ട് കൊണ്ടുപോയി, സ്വകാര്യ ജെറ്റിൽ. അവിടെ പോയി സാബുവിടെ ബിസിനസ് സംരംഭം ആരംഭിച്ചു. 3000 കോടി എന്ന് പറഞ്ഞതിന്റെ ഇരട്ടിയാക്കി അവിടെ നിക്ഷേപിച്ചു. ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുത്തു. കിറ്റക് സാബുവും വളർന്നു, തെലങ്കാനയും വളർന്നു. എന്നിട്ടും കിറ്റക് സാബുവിനോട് സംസാരിക്കാനോ തെറ്റുതിരുത്താനോ വ്യവസായ മന്ത്രിയും പിണറായി വിജയനും തയ്യാറായില്ല. കാരണം കിറ്റക് സാബുവിനെ പോലൊരു വ്യവസായി അവർക്ക് വേണ്ട. അവർക്ക് പടി കൊടുക്കുന്ന ബിസിനസ് കച്ചവടക്കാർ മാത്രം മതി, വ്യവസായികൾ വേണ്ട. എങ്ങനെയെങ്കിലും കിറ്റക് സാബു ഇവിടെ നിന്ന് വിട്ടുപോയാൽ മതി. അങ്ങനെ 10,000 പേർ കൂടി തൊഴിൽ രഹിതരായാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന മനോഭാവമാണുള്ളത്. അതേസമയം ജനത്തെ പറ്റിക്കാൻ 2 ലക്ഷം സംരംഭങ്ങൾ ഉണ്ടാക്കി 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുത്തുന്ന നുണയുമായി അവർ വരും. ഒരു മനുഷ്യനും ഇവരുണ്ടാക്കിയ തൊഴിലോ ഇവരുണ്ടാക്കിയ വ്യവസായമോ ഒരിടത്തും കണ്ടിട്ടില്ല. പക്ഷേ പരസ്യം കൊടുക്കും, അവകാശപ്പെടും, സോഷ്യൽ മീഡിയയിൽ ഗീർവാണം അടിക്കും. പൊട്ടന്മാരായ അന്തം കമ്മികൾ അത് പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കവേ ഒരു സംഭവം ഉണ്ടാവുന്നു. കിറ്റക് സാബുവിനെ തേടി ആന്ധ്രാപ്രദേശിലെ ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി ഇങ്ങോട്ട് എത്തുകയാണ്, സവിത. സവിത വന്ന് സാബുവിനെ കണ്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തെലങ്കാനയിൽ തുടങ്ങിയിരിക്കുന്ന സംരംഭം ഞങ്ങൾ കണ്ടു, ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്തത് ഞങ്ങൾ കണ്ടു. അതുകൊണ്ട് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്, ദയവായി ആന്ധ്രയിലേക്ക് വരണം. സവിത തിരിച്ചുപോയി. ഈ സമയത്താണ് സവിത വന്നതാണ് ഞങ്ങളുടെ ലേഖകൻ പീയൂഷ് കിറ്റക് സാബുവിനെ വിളിക്കുന്നത്. അപ്പോൾ പീയൂഷിനോട് കിറ്റക് സാബു പറഞ്ഞു, ഇങ്ങനെ പോയാൽ പതിയെ പതിയെ കേരളം വിടേണ്ടി വരും. അല്ല, ഇതിലിപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ഇതിൽ കേരളത്തിലെ വൈൻഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പദ്ധതി. കാരണം ഇവിടെ എപ്പോഴും ഒരു വ്യവസായിക്ക് വേണ്ടത് മനസ്സമാധാനത്തോടെ അവന് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ്. കേരളത്തിനെ സംബന്ധിച്ച് നമ്മൾ നെഞ്ചത്ത് ഒരു ബോംബ് വെച്ച് കെട്ടി കിടന്നാൽ എങ്ങനെയായിരിക്കുമോ അതാണ് ഒരു വ്യവസായിയുടെ അവസ്ഥ കേരളത്തിൽ. അത് ഏത് സമയത്തും പൊട്ടാം. ഇപ്പോൾ ചിലരെല്ലാം ചോദിക്കുന്നുണ്ട് 21 പ്രശ്നം ഉണ്ടായി, അതിനുശേഷം ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം, എന്ത് വേണമെങ്കിലും ഏത് സമയത്തും സംഭവിക്കാം. അതാണ് കേരളത്തിലെ വ്യവസായിയുടെ അവസ്ഥ. അപ്പം നമുക്ക് മനസ്സമാധാനം കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട്
തീർച്ചയായിട്ടും മനസ്സമാധാനം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ഇവിടുത്തെ വ്യവസായികൾ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എത്ര കാലം നമുക്ക് അങ്ങനെ ശ്വാസം മുട്ടി ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രാജ്വലി അതെല്ലാം നമുക്ക് സമാധാനത്തോടെ ജീവിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാം ആലോചിക്കുന്നത്. ഇവിടെ തീപ്പന്തത്തിന്റെ പുറത്തുകൂടി ജീവിക്കുന്നത് പോലെയാണ്, ബോംബിനിടയിൽ ജീവിക്കുന്നത് പോലെയാണ് ഇവിടെ ജീവിക്കുന്നത്. വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പതിയെ പതിയെ കേരളം വിടേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് വ്യവസായ മന്ത്രി ചെയ്യേണ്ടത്? സാബുവിനെ വിളിക്കണം, സാബുവിനെ പോയി കാണണം, സാബുവിന്റെ പ്രശ്നം പരിഹരിക്കണം. അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല, വ്യവസായ മന്ത്രി ചോദിക്കണം, ഇതുവരെ എന്നെ പോവാത്തത് ഒത്തിരി കാലമായല്ലോ, പോകുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ജോലി ചെയ്തില്ല നിങ്ങൾ കാശുണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. വ്യവസായ മന്ത്രിയുടെ ഉള്ളിലിരിപ്പ് വ്യക്തമാക്കുന്നതായിരുന്നു ഈ സംഭാഷണം. ഇത് രാഷ്ട്രീയ പാർട്ടി നേതാവല്ലേ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടാവും. പിന്നെ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള സ്ഥാപനങ്ങളാണ്. അതാണ് വ്യവസായ നയത്തിന്റെ പ്രധാനപ്പെട്ടത്. 22 പ്രയോറിറ്റി ഏരിയകളുണ്ടായി. വളരെ പ്രധാനപ്പെട്ട സ്ഥാപനം കേരളത്തിൽ ഓടിക്കുന്നു എന്ന് നിങ്ങൾ ടൈറ്റിൽ ഇടുമ്പോൾ കേരളത്തിലല്ലാതെ എവിടെയെങ്കിലും ഇപ്പോൾ ആ സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയോ? ചെറിയ അലൂമിനിയം കമ്പനി 6 പേരെ വെച്ചുണ്ടാക്കിയത് ഇന്ന് കേരളത്തിലുമല്ല പുറത്തും സ്ഥാപനം നടത്താനും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനി ആയത് ഇവിടെ തന്നെ പ്രവർത്തിച്ചിട്ടല്ലേ. ചിലർ പറയുന്നത് അവർ ഇവിടുന്ന് പോയി എന്നാണ്. ഒരു കാര്യം വളരെ നന്നായി, ഇതുവരെ പോയിട്ടില്ല. ഈ സ്ഥാപനം വെച്ചിട്ടാണ് ലോകത്തിലെ 2ാമത്തെ സ്ഥാപനമായി മാറിയിട്ടുള്ളത് എന്ന് പറഞ്ഞതായിട്ട് കേട്ടു. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ സമാധാനം കിട്ടണമെങ്കിൽ അവനവും കൂടി വിചാരിക്കണം. സാബു പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്ന് സാബു പറഞ്ഞ കാര്യമുണ്ട്. വളരെ വ്യക്തമായി സാബു പറയുന്നു, കിഴക്കമ്പലത്തെ പ്ലാന്റ് പൂട്ടി തമിഴ്നാട്ടിലേക്കോ തെലങ്കാനയിലേക്കോ ആന്ധ്രാപ്രദേശിലേക്കോ ഈ പ്ലാന്റിൽ നിർമ്മാണം മാറ്റിയാൽ 400 കോടി രൂപ ലാഭിക്കാം. ഇത് മുഴുവൻ കത്തിച്ച് കളഞ്ഞാൽ മതി, ഈ സ്ഥലം എന്നിട്ട് വിറ്റുകൊടുത്താൽ മതി. 400 കോടി രൂപ ലാഭിക്കാം. ഈ സ്ഥലം വിറ്റുന്നതിന്റെ കാശ് വേറെ. പക്ഷെ എന്നിട്ടും ചെയ്യാതിരിക്കുന്നത്, ഞങ്ങൾ ഈ സംരംഭം ആരംഭിച്ചത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാനാ. ആ നാട്ടിലെ ജനങ്ങൾ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നു. അവരെ പട്ടിണിയിലാക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. CPM-ന് ആഗ്രഹമുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. CPM-ന് ആഗ്രഹം ഇവർ പട്ടിണിയിലാവണം, എങ്കിലേ ഇവർ CPM-കാരാവൂ, പാർട്ടിക്കാരാവൂ. കൊടി പിടിച്ചുകൊണ്ട് നടക്കുക, പണിയില്ലല്ലോ. ഇപ്പൊ കളങ്കിത കച്ചവടക്കാരിൽ നിന്ന് കിട്ടുന്ന വിഹിതത്തിൽ നിന്ന് 100-500 രൂപ കൊടുത്താൽ മതി, കൊടി പിടിക്കാൻ ആളെ കിട്ടും. ബംഗാളികളെ ആശ്രയിക്കണ്ട. പക്ഷെ ഞങ്ങൾക്ക് ഈ കുടുംബങ്ങളെ വഴിയാധാരമാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇത് തുടരുന്നു. പിണറായി വിജയന് മഴുവെറിഞ്ഞുണ്ടാക്കിയതല്ല കേരളം, P. രാജീവിന്റെ അപ്പന്റെ വകയല്ല കേരളം. ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ സാബു പൊട്ടിത്തെറിക്കുന്നത് പത്രസമ്മേളനം നടത്തി. സാബു പറഞ്ഞത് ശരിയല്ലേ? ഒരു പിന്തുണയും കൊടുത്തില്ല, പരമാവധി ശല്യം ചെയ്തു. എന്നിട്ടും സാബു നാട്ടുകാർക്ക് വേണ്ടി ഇവിടെ തുടരുമ്പോൾ എന്താ പോകാത്തത് എന്ന് ചോദിക്കുന്ന ആളുടെ പേരാണ് വ്യവസായ മന്ത്രി. ആലോചിച്ച് നോക്കിയേ, എന്താ പോവാത്തത് എന്ന് വ്യവസായ മന്ത്രി ചോദിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് പിണറായി കേരളത്തെ അങ്ങ് സമ്പുഷ്ടമാക്കി സമ്പന്നമാക്കി. എന്തൊരു നെറികെട്ട മന്ത്രിയും നെറികെട്ട ഭരണവുമാണ്. വ്യവസായ മന്ത്രി പഠിച്ചതല്ലേ പാടൂ. വ്യവസായ മന്ത്രിക്ക് പാഠപുസ്തകത്തിൽ അറിവ് മാത്രമേ ഉള്ളൂ. മക്കളെയൊക്കെ വലിയ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കും, വിദേശത്തേക്ക് ജോലിക്ക് വിടും, ഭാര്യയും പോലും വിദേശത്തേക്ക് ജോലിക്ക് വിടും. MP ആയി, ഇപ്പൊ മന്ത്രിയായി, ഇനി ഭാവിയിൽ മുഖ്യമന്ത്രിയുമാവാം. ഏറ്റവും ലാഭമുള്ള കച്ചവടമാണ് രാഷ്ട്രീയം. മുതൽ മുടക്ക് വേണ്ട. അങ്ങനെ മുതൽ മുടക്കാതെ ലാഭമുള്ള കച്ചവടത്തിൽ വിജയിച്ച ആളാണ് P. രാജീവ്. എന്നാൽ ബിസിനസ് ചെയ്യുന്നവൻ അവന് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. രാഷ്ട്രീയക്കാരെ പോലല്ല. പാവങ്ങളുടെ ജീവിതം ഉദ്ധരിക്കാൻ ശ്രമിക്കും, അവൻ അധ്വാനിക്കും, അവൻ പണം മുടക്കും. ആ അധ്വാനം ഇവർക്ക് ഇഷ്ടമല്ല. മേലനങ്ങാതെ പണിയെടുത്ത് ജീവിക്കുന്നവർക്ക് ഇഷ്ടമല്ല അധ്വാനം. ഞാൻ സാബുവിനോട് സംസാരിച്ചത് കൂടി കേൾക്കുക. നമസ്കാരം. ഇന്നലത്തെ ഒരു പത്രസമ്മേളനം ഞാൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പത്രസമ്മേളനം കണ്ടു. എന്ത് പറ്റി ഇത്രയും പ്രകോപനം ഉണ്ടാകാൻ കാര്യം? അത് നമ്മളിപ്പോ തെലങ്കാനയിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് ഒരു മന്ത്രി വരുന്നു. അതൊരു സ്വാഭാവികമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും അവരവരുടെ സംസ്ഥാനത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആകർഷിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് വളരെ യാദൃച്ഛികമായിട്ടുണ്ടായതാണത്. പക്ഷേ അക്കാര്യത്തെ പറ്റി നമ്മുടെ വ്യവസായ മന്ത്രി വളരെ ഒരു മോശമായ രീതിയിലാണ് അതിനെ പ്രതികരിച്ചത്. അതില് ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾ നോക്കുന്നത് 10,000 രൂപ ശമ്പളം കൊടുക്കുന്ന ആളുകളെയല്ല, 50 ലക്ഷത്തിലേക്ക് മേലെയാണ് ഞങ്ങൾ കൊണ്ടുവരുന്ന ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം പറയുന്നത് ഇവിടെ ഈ ബിസിനസ്സുകാർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 50 ലക്ഷത്തിലേക്ക് മേലെ ഉള്ള ആളുകളെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോ ഇവിടെ ഈ 10,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ മുടക്കി ഏറ്റവും കൂടുതൽ
ചെറുകിട വ്യവസായികളാണ് ഇന്ന് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെ മെച്ചപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായി. അപ്പൊ അവിടെയൊക്കെ 300 രൂപ മുതൽ ദിവസ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അപ്പോ ഇവര് ഒരു കാലത്ത് ടാറ്റേനെയും ബിർളേനെയും അംബാനിനെയും അദാനിനെയും ഒക്കെ കുത്തക മുതലാളിമാരാണെന്ന് പറഞ്ഞ് പൂഷകളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോ അവരെയൊക്കെ കൊണ്ടുവന്ന് അവരാണ് 50 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റുള്ളൂ, ബാക്കി ആരും ഇവിടെ ഇൻവെസ്റ്റേഴ്സ് അല്ല എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ധ്വനി ഉണ്ടായത്. ഈ 50 ലക്ഷം ശമ്പളമാണോ ഉദ്ദേശിച്ചത്, 50 ലക്ഷം മുടക്കാണോ ഉദ്ദേശിച്ചത്? 50 ലക്ഷം രൂപ ശമ്പളം. ഓഹോ, ശരി. പുള്ളി നോക്കുന്നത് 50 ലക്ഷത്തിലേക്ക് മേലെയുള്ള ആളുകളെ കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്നാണ് പറഞ്ഞത്. ശരി. അതായത് 50 ലക്ഷത്തിൽ കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ആളുകൾ. മനസ്സിലായി. അപ്പോ അതൊക്കെ ഇവിടെ ഈ മുതൽ മുടക്കിയിരിക്കുന്ന ചെറിയ വ്യവസായികൾ മുതല് എല്ലാവരെയും അപമാനിക്കുന്നതിന് തുല്യമാണിത്. മനസ്സിലായി. അപ്പൊ പുള്ളി അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഞങ്ങളൊക്കെ 10,000 രൂപയാണ് കൊടുക്കുന്നുള്ളൂ എന്നുള്ള വേറൊരു ധ്വനി അതിനകത്തുണ്ടായിരുന്നു. മനസ്സിലായി. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് പറയുന്നത് ഈ പറയുന്ന ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളല്ല. കേരളത്തിലെ ആവശ്യം ഇന്ന് കൃഷിക്കാരായിട്ടുള്ള ആളുകളുണ്ട്, സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്, വിദ്യാഭ്യാസം ലഭിക്കാത്ത ആളുകളുണ്ട്, വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പോ അങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഇതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ അവർക്ക് ജോലി കൊടുത്ത് അവരെ മുകളിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവിടെയാണ് ഞങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. മനസ്സിലായി. അപ്പൊ അവർക്ക് 2 ലക്ഷം രൂപ മുതല് ഞങ്ങൾ 3 ലക്ഷം രൂപ വരെ ശമ്പളവും കൊടുക്കുന്നുണ്ട്, 4 നേരം വയറു നിറച്ച് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് താമസ സൗകര്യം കൊടുക്കുന്നുണ്ട്, ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട്, എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്താണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ 10,000 ആണോ നമ്മുടെ അവിടുത്തെ ശമ്പളം? ബേസിക് ഞാൻ പറഞ്ഞു 2 ലക്ഷം മുതല് 3 ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം 50 ലക്ഷം എന്ന് പറയുന്നത് വർഷത്തിലാണ് കണക്ക് പറയുന്നത്. മനസ്സിലായി. അപ്പൊ ഞങ്ങൾ 2 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ശമ്പളം കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന സ്കൂളിൽ പോകാത്ത അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റാത്തവരെയാണ് ഈ പറയുന്നത്. അല്ലാതെ MBAയും M.Tech ഒക്കെ പാസ്സായിട്ടുള്ള ആളുകളുടെ കാര്യമല്ല ഈ പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ രാജീവ് പറയുന്ന 50 ലക്ഷത്തിന്റെ സ്ഥലത്ത് ഞങ്ങൾ 1.5 കോടി രൂപ വരെ കൊടുക്കുന്നുണ്ട്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പോ പുള്ളി അതിനെ അങ്ങനെ ആക്ഷേപിക്കുകയായിരുന്നു. അത് രണ്ടാമത് ഒരു കാര്യം പറയുന്നത്, പുള്ളി എപ്പോഴും എടുത്തു പറയുന്ന ഒരു സംഗതിയുണ്ട്, കിറ്റക്സ് ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നാണ് ഈ കാശ് മുഴുവൻ സമ്പാദിച്ചത് എന്ന്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിണറായി മഴ പറഞ്ഞ് ഉണ്ടാക്കിയതാണ് കേരളം എന്നുള്ളൊരു ധ്വനിയാണത്. കേരളത്തില് നമ്മളിവിടെ അധ്വാനിച്ച് കഴിഞ്ഞ 10-60 വർഷക്കാലമായിട്ട് രാപകലില്ലാതെ അധ്വാനിച്ച് പണം ഉണ്ടാക്കിയതാണത്. അതിവിടെ ഇപ്പോഴും ഉണ്ടെന്നാ പുള്ളി പറയുന്നത്. അതുകൊണ്ട് അതിപ്പോ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം അല്ലെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സ്ഥാപനം നിർത്തണമോ എങ്ങോട്ടോ എപ്പോ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണത്. അതിന് രാജീവിന്റെയോ പിണറായിയുടെയോ തെറ്റൂരെ ആവശ്യമില്ല നമുക്ക്. മനസ്സിലായി. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞ് അതിനെ അധിക്ഷേപിക്കുന്നത്. അല്ല, ഈ കേരളം വിട്ടു പോകാത്ത എന്നാണ് ചോദിച്ചത്. അതാണ് ഞാന് ഇത് ബേസിക്കലി ഞങ്ങൾ ഈ കൃഷിക്കാരായിട്ടുള്ള ആളുകള് ചെറിയ വ്യവസായം 10 പേരായിട്ട് 60 വർഷം മുമ്പ് തുടങ്ങിയതാണത്. അതന്ന് എന്റെ പിതാവ് തുടങ്ങുന്ന സമയത്ത് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഇവിടത്തെ തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കണം, ഇവിടെ തൊഴിലില്ലായ്മ ഉണ്ടാകരുത്, അങ്ങനെ ഈ കേരളം രക്ഷപ്പെടണം എന്നുള്ള ഉദ്ദേശമാണ്. അല്ലാതെ ലാഭം ഉണ്ടാക്കാന്നുള്ള ലക്ഷ്യം വെച്ച് തുടങ്ങിയതല്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണത്. അപ്പോ ഇതിപ്പോ ഏതാണ്ട് 15,000 ആളുകള് മൊത്തത്തില് ഞങ്ങളുടെ ഈ കിഴക്കമ്പലം പ്രദേശത്ത് മാത്രം ഞങ്ങൾ തൊഴിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതൊരു സുപ്രഭാതത്തിൽ നിർത്തിക്കഴിഞ്ഞാല് ഇതിലുണ്ടാകാൻ പോകുന്ന എന്നാ വെച്ച് കഴിഞ്ഞാല് 10,000-കണക്കിന് കുടുംബങ്ങളാണ് ഇതിൽ ആശ്രയിച്ച് ജീവിക്കുന്നത്. അപ്പോ ഞങ്ങളുടെ ലക്ഷ്യം തന്നെ ഇല്ലാതെയാകും. അതുകൊണ്ടാണ് ഒരു ദിവസം കൊണ്ട് ഇത് നിർത്തരുത് എന്നുള്ള ലക്ഷ്യത്തിൽ ഞങ്ങൾ ഇവിടെ തുടരുന്നത് തന്നെ. ഇപ്പോ ഇവിടെ നിർത്തുകയാണെങ്കിൽ, ഇന്നിപ്പോ ഇവിടെ നിർത്തി ഞങ്ങൾ തെലങ്കാനയിലേക്കോ തമിഴ്നാട്ടിലേക്കോ ആന്ധ്രയിലേക്കോ കൊണ്ടുപോയി കഴിഞ്ഞാല് ഒരു വർഷം ഞങ്ങൾക്ക് 400 കോടി രൂപ അധിക ലാഭമുണ്ടാക്കാം. അധിക ലാഭമാണ് ഇതിനെ പറയുന്നത്. പക്ഷേ
ഇവരുടെ ഈ ചവിട്ടും ആട്ടും തുപ്പും ഒക്കെ സഹിച്ച് ഞങ്ങൾ അവിടെ പിടിച്ചു നിൽക്കുന്നത് തന്നെ ഈ പറയുന്ന 10,000-കണക്കിന് കുടുംബങ്ങളെ ഓർത്തിട്ടാണത്. അവരൊരിക്കലും ആത്മഹത്യയിലേക്ക് പോകരുത്. ഇവർക്ക് പ്രസംഗിക്കാം, അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല, അവർക്ക് ആവശ്യം അതാണത്. ഇവിടുത്തെ കുടുംബങ്ങൾ പട്ടിണിയാവണം, ചെറുപ്പക്കാര് തൊഴിലില്ലായ്മയായിട്ട് അലയണം, അവര് കഞ്ചാവും മയക്കുമരുന്ന് അടിച്ച് ഈ നാടിന് ഒരു ശാപമായിട്ട് മാറണം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇവരുടെ പുറകിൽ വാലാട്ടി ഇവന്മാരൊക്കെ നിൽക്കുള്ളൂ. അതാണ് ഇവരുടെ ലക്ഷ്യം. ഓക്കെ.